ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രിട്ടിക്കൽ ടെക് ഗോ ചാർട്ടിംഗ് പവേർഡ് ബൈ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ. മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് മുനിസിപ്പൽ ഇലക്ഷൻ കാരണം നമ്മുടെ മാർക്കറ്റൊക്കെ ഹോളിഡേ ആയിരുന്നു. വേറെ വലിയൊരു മാറ്റങ്ങളൊന്നുമില്ല. ഇപ്പം അമേരിക്കൻ മാർക്കറ്റ് ഇന്നലെ എന്തോ ന്യൂസൊക്കെ വന്നായിരുന്നു. നമ്മുടെ എന്തുവാണ് ഇറാന്റെ എയർ സ്പേസ് ഒക്കെ ബ്ലോക്ക് ആയിട്ടുണ്ട്, സിറ്റിസൺസിനൊക്കെ തിരിച്ചു വരാൻ വേണ്ടിയൊക്കെ പറഞ്ഞ് അങ്ങനെ ബ്ലോക്ക് ഒക്കെ ആയി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഡൗൺവേർഡ് റാലി വന്നതിന് ശേഷം നിങ്ങൾ നോക്കി അറിയാം, മിഡ് ക്യാപ്പ് ഒരു ഒറ്റ ഡൗൺവേർഡ് റാലി വന്നു. അതിനുശേഷം ഇവിടെ ഒരു പക്ക ഒരു ബാലൻസിങ് തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്നലെ പക്ക ഒരു പി ഷേപ്ഡ് പ്രൊഫൈലൊക്കെയാണ് മിഡ് ക്യാപ്പിലുള്ളത്. പക്ഷെ കഴിഞ്ഞ 3 ദിവസം മിഡ് ക്യാപ്പ് ഒരു റേഞ്ച് ആയതുകൊണ്ട് ഈ റേഞ്ചിനെ നമ്മളൊന്ന് മെർജ് ചെയ്താൽ കുറച്ചും കൂടെ ഈസി ആയിട്ട് നമുക്ക് മാർക്കറ്റ് പ്രൊഫൈൽ വെച്ച് റേഞ്ച് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ചുരുക്കി പറഞ്ഞാൽ കഴിഞ്ഞ 3 ദിവസവും മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് 13,750 ഭാഗത്തും 13,600 ഭാഗത്തും ഇടയ്ക്ക് ചെറുതായിട്ട് താഴേക്ക് ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ കൂടി ഈ ഒരു 13,720 13,600 120 പോയിന്റ് അകത്താണ് മിഡ് ക്യാപ്പ് കിടന്ന് കളിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഒരു പക്ക ഒരു റേഞ്ച് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പം മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് ഒരു ഫ്രഷ് ബൈ എന്ന് ഞാൻ ഇനി പറയുന്നുണ്ടെങ്കിൽ ഈ 13,750 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ മിഡ് ക്യാപ്പിലെ ആ ഒരു ബൈയെ കുറിച്ച് നമുക്ക് ചിന്തിക്കാനും. മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഒരു 13,750 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ഒരു ബൈയെ കുറിച്ച് ചിന്തിക്കാറുള്ളൂ. അപ്പൊ ഞാൻ ഈ ഒരു കാര്യം എന്ത് ചെയ്യാൻ പോണെന്ന് വെച്ചാൽ ആദ്യം നമ്മുടെ ലെവൽസ് ഒന്ന് മാറ്റി ചെയ്യുക. പി ഒ സിക്ക് ഒരു മാറ്റമില്ല, സെയിം ലെവലാണ് പി ഒ സി. ഇപ്പൊ 13,676 ഭാഗത്തേക്ക് ആ പി ഒ സി ഞാനൊന്ന് മുകളിലോട്ട് കൊണ്ടു. അപ്പൊ 3 ഡേയ്സിന്റെ റേഞ്ച് പി ഒ സി വന്ന് 13,676 ഭാഗത്തേക്ക് കൊണ്ടുപോകും. സോ ഇനി നമുക്ക് നോക്കേണ്ട ബുള്ളിഷ് ഷഫർ എന്ന് പറഞ്ഞാൽ 13,750 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ മിഡ് ക്യാപ്പിൽ ഒരു ബൈയെ കുറിച്ച് ചിന്തിക്കാം. 13,750 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് 13,781 ഭാഗത്തേക്ക് വരാം. 13,781 ഭാഗത്തേക്ക് മിഡ് ക്യാപ്പ് വരാനുള്ള ചാൻസ് ഉണ്ട്. സെക്കൻഡ് അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ 13,850 എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ പഴയ ഒരു പി ഒ സി 13,850 ഭാഗത്തേക്ക് വരാനും അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ 13,890 ഭാഗത്തേക്ക് 13,890 ഭാഗത്തേക്ക് മിഡ് ക്യാപ്പ് വരാനുള്ള ചാൻസ് ഉണ്ട്. ചുരുക്കി പറഞ്ഞാൽ 13,750 മുകളിൽ മാത്രമേ മിഡ് ക്യാപ്പിന് ബൈയിങ് ഉള്ളൂ. ഫസ്റ്റ് ടാർഗറ്റ് 13,781, അതിനുശേഷം ഒരു 850 ഒരു ഗ്യാപ്പ് കിടപ്പുണ്ട്, അത് പല ചാൻസ് ഉണ്ട്. അതിന് മുകളിൽ 890 ഭാഗത്തേക്ക് പോവാം. ഇനി ബെയറിഷ് റഫറൻസ് പറയുമ്പോൾ 13,600 താഴെ 13,600 പൊട്ടിയാൽ ഞാനൊരു ബെയറിഷ് റഫറൻസ് എടുക്കും. കാരണം ആ ഈ ഒരു വാല്യൂ വരല്ലോ. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് 13,560 ഭാഗത്തേക്ക് പോകാം. 13,560 ഭാഗത്തേക്ക് പോകാം. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 13,520 ഭാഗത്തേക്ക് 13,520 ഭാഗത്തേക്ക് വരാം. തേർഡ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 13,480 ഭാഗത്തേക്ക് വരാം. ഇതാണ് മിഡ് ക്യാപ്പിനെ സംബന്ധിച്ചുള്ള ഒരു റെഫറൻസ് ലെവല്. റേഞ്ച് ആയതുകൊണ്ട് ഈ റേഞ്ച് കൃത്യമായിട്ട് നിങ്ങളൊന്ന് മാനേജ് ചെയ്യുക, അതനുസരിച്ച് ട്രേഡ് ചെയ്യാൻ വേണ്ടി മാക്സിമം നിങ്ങൾ ശ്രമിക്കുക. ഇതാണ് റേഞ്ചിന്റെ ആ ഒരു ലെവൽ. ഇനി നോക്കും ബാങ്ക് നിഫ്റ്റിയും സെയിം ആണ്. ബാങ്ക് നിഫ്റ്റി ഒരു ഓപ്പൺ ഓപ്ഷൻ ആയിരുന്നു, നോർമൽ ഡേ ആയിരുന്നു. കഴിഞ്ഞ 4 ദിവസം ഒരേ റേഞ്ച് ആണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഈ പ്രൊഫൈലുകളെല്ലാം ഞാൻ മെർജ് ചെയ്യുന്നു. വേറെ ഒന്നും വേണ്ടിയില്ല, ഈ ഒരു റേഞ്ച് പക്ക പറയുകയാണെങ്കിൽ 59,300 59,800 ഇടയ്ക്കുള്ള പക്ക റേഞ്ചിലാണ് ബാങ്ക് നിഫ്റ്റി കിടന്ന് കളിക്കുന്നത്. ഈ റേഞ്ചിന്റെ പി ഒ സി വന്നേക്കുന്നത് 59,555 ഭാഗത്താണ്. അപ്പൊ ഞാൻ ആദ്യം എന്ത് ചെയ്യുന്നു, ബാങ്ക് നിഫ്റ്റിയുടെ റേഞ്ച് പി ഒ സി മാറ്റി 59,555 ഭാഗത്തേക്ക് ഞാൻ കൊണ്ടുവന്നു. ഇനി എനിക്ക് ബൈയിങ് എന്ന് പറഞ്ഞാൽ 59,710 ബുള്ളിഷ് റെഫറൻസ് കറക്റ്റ് ആണ്. 59,716 മുകളിൽ ബൈ ആണ്. ഫസ്റ്റ് 829, 920, 600 ഭാഗത്തേക്ക് പോവാം. ഇനി സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ 59,300 താഴെ സെല്ലിംഗ് ആണ്. 59,180, 59,040, 58,955 എന്ന് പറഞ്ഞ ഈ റെഫറൻസ് ലെവൽ. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് സെയിം റെഫറൻസ് ലെവൽ ഇപ്പോഴും ആക്റ്റീവ് ആയിട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ റെഫറൻസ് ലെവൽ തന്നെ കൃത്യമായി ട്രേഡ് ചെയ്ത് യൂസ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. നമുക്കിനി അവസാനം നിഫ്റ്റി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റിയെ സംബന്ധിച്ച് പറയാം, നിഫ്റ്റി പക്ക കഴിഞ്ഞ 3 ദിവസം ഒരേ, മൂന്നല്ല ഞാനീ പറയണമെങ്കിൽ കഴിഞ്ഞ 4 ദിവസമായിട്ട് നിഫ്റ്റി ഒരേ റേഞ്ച് ഇങ്ങനെ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞ നിഫ്റ്റിയിൽ 25,630 25,810 ഇടയ്ക്കാണ് നിഫ്റ്റി കിടന്ന് കഴിഞ്ഞ 4 ദിവസമായിട്ട് റേഞ്ച് തരുന്നത്. സോ ഈ റേഞ്ചിന്റെ പി ഒ സി ആയ 25,703 ആണ് നമ്മളെ സംബന്ധിച്ചുള്ള ഒരു വോളിയം സോൺ ആയിട്ട് ആക്റ്റീവ് ആണ്. 25,703 ആണ് ഇതിന്റെ ബി വരുന്നത്.
നമുക്ക് ഞാൻ ബൈയിങ് എന്ന് പറഞ്ഞാൽ 25,810 മുകളിൽ 25,810 മുകളിൽ സ്പോട്ട് നിൽക്കുകയാണെങ്കിൽ ഒരു ബൈയെ കുറിച്ച് ചിന്തിക്കുക. സോ ആ ഫസ്റ്റ് ടാർഗറ്റ് എങ്ങോട്ട് പോകും? 25,850 ഭാഗത്തേക്ക് 25,850 ഭാഗത്തേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതിന് മുകളിൽ അടുത്ത് നിൽക്കുമ്പോൾ അടുത്ത 25,900 ഭാഗത്ത് 25,900 ഭാഗത്തേക്ക് പോകാനും അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ 25,944 ഭാഗത്തേക്ക്. ശരിക്കും പറഞ്ഞാൽ ഇതാണ് നിഫ്റ്റിയെ സംബന്ധിച്ചുള്ള അപ്വേർഡ് റെഫറൻസ് ലെവൽ. ഇനി ഡൗൺവേർഡ് റെഫറൻസ് എന്ന് പറയുമ്പോൾ ഞാൻ ഇനി സെല്ലിംഗ് എടുക്കുന്നത് 25,650 അല്ല, പകരം 25,600 താഴെ ഞാനൊരു സെല്ലിംഗ്. ഇനി ഫ്രഷ് സെല്ലിംഗ് എന്ന് പറയാൻ നിഫ്റ്റിയിൽ 25,600 താഴെ മാത്രമേ പോസിബിൾ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് 25,555 25,555 ഭാഗത്തേക്ക് വരാം. ഫസ്റ്റ് ടാർഗറ്റ് അവിടെയാണ്. സെക്കൻഡ് ടാർഗറ്റ് 25,500 ഭാഗത്ത് 25,500 ഭാഗത്തേക്കാണ് സെക്കൻഡ് ടാർഗറ്റ്. 25,500 25,500 ഭാഗത്തേക്ക് വരാനും തേർഡ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 25,464 25,464 ഭാഗത്തേക്ക് വരും. ചുരുക്കി പറഞ്ഞാൽ 25,600 താഴെ മാത്രമേ നിഫ്റ്റിയിൽ ഒരു ബൈയെ കുറിച്ച് ചിന്തിക്കാവുള്ളൂ. ഇനി 25,810 മുകളിൽ മാത്രമേ ബൈയെ കുറിച്ച് ചിന്തിക്കാവുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ പക്ക കഴിഞ്ഞ 4 ദിവസങ്ങളിൽ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നിഫ്റ്റി ആയിക്കോട്ടെ, ബാങ്ക് നിഫ്റ്റി ആയിക്കോട്ടെ, മിഡ് ക്യാപ്പ് ആയിക്കോട്ടെ, ഒരു പക്ക ഒരു റേഞ്ച് എസ്റ്റാബ്ലിഷ് ചെയ്ത് ട്രേഡ് ചെയ്ത് പോകുന്ന ഒരു മാർക്കറ്റ് ഒരു ബാലൻസിലേക്ക് പോകുന്നതിന്റെ ലക്ഷണമായിട്ടാണ് മാർക്കറ്റ് ഇപ്പം കാണുന്നത്. ഇനി റേഞ്ച് ബ്രേക്ക് ഔട്ട് വരണമെങ്കിൽ നമ്മുടെ ബുള്ളിഷ് റെഫറൻസ് പൊട്ടി മാർക്കറ്റ് പോകണം, അല്ലെങ്കിൽ ബെയറിഷ് റെഫറൻസ് പൊട്ടി താഴേക്ക് മാർക്കറ്റ് വരണം. ഇല്ല എങ്കിൽ മാർക്കറ്റ് ഈ ഒരു റേഞ്ച് ബാലൻസ് തന്നെയാണ് ഇനി വരാമോ ദിവസങ്ങളിലും കണ്ടിന്യൂഷൻ ചെയ്യാനുള്ള ചാൻസ് ആയിരിക്കും ഞാൻ കൂടുതലായിട്ട് കാണുന്നത്. ഇതാണ് നമ്മുടെ പൊതുവെയുള്ള കാര്യങ്ങൾ. ഒന്ന്, നമ്മുടെ ന്യൂസ് നോക്കുമ്പം ഇപ്പം US വെനിസുലയായിട്ടുള്ള ഓയിലിന്റെ ഒരു കരാർ എന്തോ ഒപ്പുവയ്ക്കാൻ പോകുന്നൊക്കെ പറയുന്നത്, ക്രൂഡ് ഓയിലിന്റെ വില പെട്ടെന്ന് ഡ്രാസ്റ്റിക്കായിട്ട് കുറയുന്നുണ്ട്. അത് ഇന്ത്യൻ എക്കണോമിക്ക് കൂടുതലാണ്, പോസിറ്റീവായിട്ട് വരും. രണ്ടാമത്, നമ്മുടെ ഇറാന്റെ കോൺഫ്ലിക്റ്റ്, ഇപ്പൊ ഇറാന്റെ എയർ സ്പേസ് ഒക്കെ അടച്ചു, പല ഇന്ത്യക്കാരുടെ അടുത്ത് മറ്റുള്ളതൊക്കെ അതിൽ നിന്ന് ഒഴിഞ്ഞു പോകാനൊക്കെ പറയുന്നത് കൊണ്ട് എയർ ഒരു ഇഷ്യൂ കിടക്കുന്നുണ്ട്. എപ്പോൾ വേണോ ട്രംപ് ഒരു ബോംബ് അവിടെ ഇടുന്നൊക്കെ പേടിച്ച് വെച്ചുകൊണ്ട് ഗോൾഡിന്റെയും സിൽവറിന്റെയും പ്രൈസ് ക്രമാതീതമായി ഉയർന്നു നിൽക്കുന്നത് കൊണ്ട് നമുക്കത് നെഗറ്റീവാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യൻ മാർക്കറ്റിന് ഒരു സൈഡിൽ ചെറിയ പോസിറ്റീവ് ഉണ്ട്, എന്നാൽ പക്ഷെ മറു സൈഡിൽ ഒരു വലിയ നെഗറ്റീവോട് കൂടി നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിനെ ബാധിച്ച് നിൽക്കുന്നതാണ് നമ്മുടെ മാർക്കറ്റ് ഒരു ബാലൻസ്ഡ് മോഡിലേക്ക് വീണ്ടും ആക്റ്റീവായിട്ട് വരുന്നത്. അതുകൊണ്ട് വ്യക്തമായിട്ട് ബെയറിഷ് റെഫറൻസ് വാച്ച് ചെയ്യുക, അതനുസരിച്ച് ട്രേഡ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അത് ട്രേഡ് ചെയ്യാനുള്ള പോസിബിലിറ്റി മാക്സിമം കാണുന്നുള്ളൂ. പിന്നെ 3 അറിയിപ്പുകളുണ്ട്. ഒന്ന്, ഈ വരാമുന്ന ഫെബ്രുവരി മാസം എൻ്റെ ഓഫ്ലൈൻ സെഷൻസ് ട്രിവാൻഡ്രത്തെ ഓഫീസിൽ വെച്ച് തുടങ്ങുകയാണ്. 6 സീറ്റുകൾ മാത്രമേ ഉള്ളൂ. അതിൽ ഒരു സീറ്റ് ബുക്കായി. ഇപ്പൊ 5 സീറ്റുകൾ മാത്രമേ ഇനി വേക്കൻ്റ് ഉള്ളൂ. ഇതിൽ സാറ്റർഡേയിലാണ് ക്ലാസ്സുകൾ വരുന്നത്. ലൈവ് ക്ലാസ് ആണ്, ഫിസിക്കൽ പ്രസൻസോടുകൂടിയുള്ള ക്ലാസ് ആണ്. ഫ്രൈഡേയിൽ നിങ്ങൾക്ക് ലൈവായിട്ട് എൻ്റെ കൂടെ ഇന്ന് ട്രേഡ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പിന്നെ ബാക്കിയുള്ള 2-3 ദിവസങ്ങളിൽ സൂം വഴി ട്രേഡിംഗ് ചെയ്യാം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ കൂടെ ഫിസിക്കലായിട്ട് ഇന്ററാക്ട് ചെയ്ത് മാർക്കറ്റിനെ കുറിച്ച് പഠിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട് ആഴ്ചയിൽ 2 ദിവസം. അതിന്റെ കൂടെ നിങ്ങളുടെ ഫീസ് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് MCXന്റെ ട്രേഡ് കോൾസ് ഫ്രീ ആയിട്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ ഓഫ്ലൈൻ ബാച്ചിൽ. ഇത് ഒന്നാമത്തെ അറിയിപ്പ്. രണ്ടാമത്, എൻ്റെ MCXന് സപ്പോർട്ട് പ്ലാനിൽ കഴിഞ്ഞ മാസം ഏകദേശം പറഞ്ഞ ഒരു 50,000 അടുപ്പിച്ച് റിട്ടേൺസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് 75,000 റുപ്പീസ് ഉള്ള ആൾക്കാർക്ക് പോലും മിനിമം 50% മുകളിൽ അവരുടെ ഫണ്ട്സ് റിട്ടേൺ കിട്ടിയിട്ടുണ്ട്. അപ്പം MCXന് സപ്പോർട്ട് പ്ലാനിൽ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ തമിഴിൽ കാണിച്ച നമ്പറിൽ ബന്ധപ്പെടുക. പിന്നെ മൂന്നാമത്, ഈ വരാവുന്ന ഫെബ്രുവരി 14 ട്രിവാൻഡ്രത്ത് വെച്ച് ഡെസ്റ്റിന 2026 എന്ന പ്രോഗ്രാം നടത്തുന്നുണ്ട്. അത് ട്രേഡേഴ്സിന് ഒരു ഇന്ററാക്റ്റീവ് സെഷൻസും വിജയം കൈവരിച്ച ട്രേഡേഴ്സ് തമ്മിലൊരു ഡിസ്കഷനും അങ്ങനെയുള്ള ഒരു വെൽ പാക്ഡ് ആയിട്ടുള്ള ഈവന്റ് ആണ് വരാവുന്നത്. അതിലും ജോയിൻ ചെയ്ത് താല്പര്യം ഉണ്ടെങ്കിൽ തമിഴിൽ കാണിച്ച നമ്പറിൽ ബന്ധപ്പെടുക. അപ്പൊ ഈ 3 കാര്യങ്ങളാണ് എനിക്ക് അറിയിപ്പായിട്ട് പറയാനുള്ളത്. വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ ട്രേഡിംഗ് മിനിറ്റ്സിന് വീഡിയോ വെച്ചുകൊണ്ട് മറക്കാതിരിക്കുക. റേഞ്ചിനെ മാർക്ക് ചെയ്ത് അതനുസരിച്ച് ട്രേഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. മാർക്കറ്റ് ബാലൻസ് ആണെങ്കിൽ ട്രേഡ് ചെയ്യുന്നതിന് കുഴപ്പമില്ല.